വെൽക്കം ടു കേൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ അടുത്ത ഒരു വീഡിയോ സീരീസ് ആണ്. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ്റെ പ്രൊഡക്ഷൻ മെത്തേഡുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് ഹൈഡ്രജൻ ഫ്രം ആൽക്കലൈൻസ് എന്നാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണത്. മലയാളത്തിൽ നിങ്ങൾ എഴുതി കേട്ട ആൽക്കലൈൻസിൽ നിന്നും ഉള്ള ഹൈഡ്രജന്റെ ഉൽപാദനം എന്നാണ് നമ്മളവിടെ എഴുതി വെക്കേണ്ടത് മലയാളത്തിൽ. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഫ്രം ആൽക്കലൈൻസ് എന്ന് പറയുന്ന ടെക്നോളജിയിൽ നമുക്ക് എങ്ങനെ നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് തിളനിലയിൽ കാണപ്പെടുന്ന NaOH അല്ലെങ്കിൽ KOH ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഈ പറയുന്ന ഹൈഡ്രജൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ തിളനില എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഇംഗ്ലീഷിൽ നമുക്ക് എന്ന് പറയാൻ പറ്റും, ബോയിലിംഗ് NaOH. ബോയിലിംഗ് സ്റ്റേറ്റിലുള്ള തിളനിലയിലുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ബോയിലിംഗ് KOH ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജൻ ആൽക്കലൈൻ മെറ്റൽസിൽ നിന്നും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ആ കുറച്ച് റിയാക്ഷൻ മെക്കാനിസവും റിയാക്ഷനും അതിൻ്റെ പ്രോഡക്റ്റുകളും നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് Zn+2NaOH ആണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഇവന്മാർ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് നോക്കുക, Na2ZnO2 പ്ലസ് ഇവിടെ നമുക്ക് എന്ത് വരും, H2 എന്ന് പറയുന്നത് വേപ്പർ ഫോമിൽ നമുക്കിവിടെ ഫോം ചെയ്യും. ഈ പ്രോഡക്റ്റിന്റെ പേര് നമുക്ക് അറിഞ്ഞിരിക്കണം. പേര് ഇതാണ്, സോഡിയം സിൻഗേറ്റ് എന്നുള്ളതാണ് ഈ Na2ZnO2 എന്ന് പറയുന്നതിന്റെ പേര്, പഠിച്ചിരിക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന റിയാക്ഷൻ നോക്കാം. 2Al പ്ലസ് 2NaOH പ്ലസ് 2H2O ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2NaAlO2 ആണ് ഇവിടെ ഫോം ചെയ്യുക. പ്ലസ് നമുക്കിവിടെ എന്ത് വരും, 3H2 എന്ന് പറയുന്ന ഹൈഡ്രജൻ ഫോം ചെയ്യും. ഇദ്ദേഹത്തിന്റെ പേര് ഒന്ന് പഠിച്ചിരിക്കുക, സോഡിയം മെറ്റാ അലുമിനേറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് ഈ 2NaAlO2 എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ മൂന്നാമത്തെ ഒരു റിയാക്ഷൻ നമുക്കിവിടെ പഠിച്ചിരിക്കാം. Na പ്ലസ് 2NaOH പ്ലസ് H2O ആണ് ഇവിടെ വരുന്നത്. ഉണ്ടാകുന്ന പ്രോഡക്റ്റിന്റെ പേര് പഠിച്ചിരിക്കുക, Na2SnO3 എന്ന് പറയുന്ന പ്രോഡക്റ്റും അതുപോലെ തന്നെ ഇവിടെ എന്ത് വരും, 2H2ഉമാണ് ഇവിടെ ഫോം ചെയ്യുക. ഇദ്ദേഹത്തിന്റെ പേര് പഠിച്ചിരിക്കുക, സോഡിയം സ്റ്റാനേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് നമുക്കിവിടെ ഫോം ചെയ്ത് ഉണ്ടാകുന്നത്. ഇനി നമുക്കിവിടെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പഠിക്കേണ്ട മറ്റൊരു സംഭവമാണ് PBയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2NaOH പ്ലസ് H2O ഞാനിവിടെ ആഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് Na2 PbO3 എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്തു വരും. ഈ പ്രോഡക്റ്റിനെ പറഞ്ഞ പേരാണ് എന്ത്, സോഡിയം പ്ലംബേറ്റ് എന്ന് പറയുന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ഫോം ചെയ്യും, 2H2 എന്ന് പറയുന്ന ഹൈഡ്രജൻ ഫോം ചെയ്യും. ക്ലിയർ? ഇനി നമുക്കിതിൽ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട സംഭവമാണ് Si പ്ലസ് 2NaOH പ്ലസ് H2O ഞാനിവിടെ ആഡ് ചെയ്യാണ്. കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് Na2SiO3. ഇതിനെ പറയുന്ന പേരാണെന്ത്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, സോഡിയം സിലിക്കേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. സോഡിയം സിലിക്കേറ്റ് പ്ലസ്
2H2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്കിവിടെ ഫോം ചെയ്ത് തരും. ഇതാണ് മേജറായിട്ട് വരുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഗതികൾ എന്ന് പറയുന്നത്. ഇനി KOH വെച്ചുകൊണ്ട് വരുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.